കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഭക്തിസാന്ദ്രം. ശനിയാഴ്ച പുലർച്ചെ 4:30 മുതൽ അഷ്ടമി ദർശനം. വെള്ളിയാഴ്ച രാത്രി മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിര. വൈക്കത്ത് ഭക്തജന സാഗരം. ആളില്ലാതിരുന്ന സമയത്ത് വീട് കവർച്ച. അലമാരയ്ക്ക് തീയിട്ട് 51 പവൻ അപഹരിച്ചു. മാവേലിക്കരയിലാണ് സംഭവം. അന്വേഷണം ആരംഭിച്ചു. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനം. ബി വിനോദിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 20 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പൂച്ചാക്കലിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം ചെങ്ങന്നൂരിൽ BJP പ്രവർത്തകർ മാർച്ചും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം തുടരന്വേഷണം വേണമെന്ന കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. അതിന്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും ആർ നാസർ. ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ചേർത്തല റൈഫിൾ ക്ലബ്ബിലായിരുന്നു പരിശീലനം. വാർത്തകൾ വിശദമായി. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഭക്തിസാന്ദ്രം. പുലർച്ചെ 4:30 മുതൽ അഷ്ടമി ദർശനം ആരംഭിക്കും. വെള്ളിയാഴ്ച രാത്രി മുതൽ തന്നെ അഷ്ടമി ദർശനത്തിന് ഭക്തജനങ്ങളുടെ നീണ്ട നിര ആരംഭിച്ചിരുന്നു. വൈക്കവും പരിസരവും ഭക്തജന സാഗരം. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം. പ്രശസ്തമായ വൈക്കത്തഷ്ടമി ശനിയാഴ്ച നവംബർ 23 ശനിയാഴ്ച വൈക്കത്തഷ്ടമി പുലർച്ചെ 4:30 മുതൽ അഷ്ടമി ദർശനം. 9 നാദസ്വര കച്ചേരി. വൈകിട്ട് 4 സംഗീത കച്ചേരി വൈക്കം വിജയലക്ഷ്മി അവതരിപ്പിക്കുന്നു. വൈകിട്ട് 6 നടക്കുന്ന സർവമത സമ്മേളനം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് S. ഈശ്വരൻ ഉദ്ഘാടനം ചെയ്യും. CK ആശ MLA വിശിഷ്ട അതിഥിയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷനാകും. അഡ്വക്കേറ്റ് M. അജികുമാർ, G. സുന്ദരേശൻ, CV പ്രകാശ്, രഞ്ജിത്ത് ശേഖർ തുടങ്ങി നിരവധി പേർ പങ്കെടുക്കും. വൈക്കം ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ KR ശ്രീലത സ്വാഗതം പറയും. 7:30 ഭരതനാട്യം, 9 സംഗീത സദസ്സ്, രാത്രി 11 ഉദയനാപുരത്തപ്പൻ്റെ വരവ്, 2 അഷ്ടമി വിളക്ക്, വലിയ കാണിക്ക, പുലർച്ചെ 3:30 മുതൽ 4:30 വരെ ഉദയനാപുരത്തപ്പൻ്റെ യാത്രയപ്പ് എന്നിവയും നടക്കും. ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹം തുടരുകയാണ്. ടൈം ന്യൂസ് വൈക്കം. ആളില്ലാതിരുന്ന വീട്ടിൽ കവർച്ച. അലമാരയ്ക്ക് തീയിട്ട് 51 പവൻ കവർന്നു. മാവേലിക്കരയിലാണ് സംഭവം. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് ഇരുനില വീടിന് തീയിട്ട് 51 പവൻ സ്വർണം കവർന്നു. മാവേലിക്കര 17-ാം വാർഡിൽ പോലകം ഹരിഹരം വീട്ടിലാണ് കവർച്ച നടന്നത്. ജയപ്രകാശ്, ഭാര്യ ഹേമലത, മരുമകൾ ഗായത്രി എന്നിവരായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഇവർ പുറത്തുപോയ സമയത്താണ് സംഭവം നടന്നത്. ഇവരുടെ 2 ആൺമക്കൾ വിദേശത്താണ്. കിടപ്പുമുറിയിലെ അലമാരയ്ക്കാണ് തീയിട്ടിരിക്കുന്നത്. സമീപവാസികളാണ് വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടത്. ഇവർ അറിയിച്ചത് അനുസരിച്ച് ഉടമസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴേക്കും തീ ആളിപ്പടർന്നു കഴിഞ്ഞിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് സ്വർണം നഷ്ടപ്പെട്ടതായി വീട്ടുകാർ പറയുന്നത്. എന്നാൽ തീപിടിച്ച മുറിയുടെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല. മാവേലിക്കര CI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പരിശോധനയും നടത്തി. CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്നും വരും ദിവസം ശാസ്ത്രീയ സംഘം പരിശോധന നടത്തിയ ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാവൂവെന്നും CI അറിയിച്ചു. ടൈം ന്യൂസ് ആലപ്പുഴ. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനമായി. പൂച്ചാക്കലിൽ 2 ദിവസങ്ങളിലായിട്ടാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. ഏരിയ സെക്രട്ടറിയായി B. വിനോദിനെ തെരഞ്ഞെടുത്തു. 20 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളിയാഴ്ച വൈകിട്ട് നടന്ന റാലിയിലും ചുവപ്പുസേന മാർച്ചിലും ആയിരക്കണക്കിന് ആളുകൾ അണിനിരന്നു. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനമായി. B. വിനോദിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. പണവള്ളി കമ്മ്യൂണിറ്റി ഹാളിൽ സജ്ജമാക്കിയ K. രാജപ്പൻ നായർ നഗറിൽ 2 ദിവസങ്ങളായിട്ടാണ് സമ്മേളനം നടന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു ആണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ സെക്രട്ടറി ആർ നാസർ, G. വേണുഗോപാൽ, PP ചിത്തരഞ്ജൻ MLA, അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ, അഡ്വക്കേറ്റ് M. മാരിഫ്, NR ബാബുരാജ്, P. ഷാജി മോഹൻ, IS സാബു, PM പ്രമോദ്, PG മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഏരിയ സെക്രട്ടറി B. വിനോദ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. വെള്ളിയാഴ്ച ഉച്ചവരെ പ്രതിനിധി സമ്മേളനം തുടർന്നു. ഏരിയ സെക്രട്ടറിയായി B. വിനോദിനെ തെരഞ്ഞെടുത്തു. 20 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. തൃച്ചാറ്റുകുളം ലോക്കൽ സെക്രട്ടറി BA അനീഷിനെ പുതുതായി ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി. ഒരാളെ പിന്നീട് ഉൾപ്പെടുത്താനും തീരുമാനിച്ചു.
കെ രാജപ്പൻ നായരുടെ മരണത്തെ തുടർന്ന് നേരത്തെ ബി വിനോദിനെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിരുന്നു. വൈകിട്ട് തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ഓഫീസിന് മുന്നിൽ നിന്നും ചുവപ്പ് സേന മാർച്ചും ബഹുജന റാലിയും ആരംഭിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്നു. പൂച്ചാക്കൽ ടൗണിൽ സജ്ജമാക്കിയ സീതാറാം യെച്ചൂരി നഗറിൽ നടന്ന പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി ആർ നാസർ, സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ G വേണുഗോപാൽ, അഡ്വക്കേറ്റ് മനൂസി പുളിക്കൽ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് M ആരിഫ്, NR ബാബുരാജ്, ഏരിയ സെക്രട്ടറി B വിനോദ്, ദലീമ ജോജോ MLA, PM പ്രമോദ്, PG മുരളീധരൻ, P ഷാജിമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, പൂച്ചാക്കൽ. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട BJPയുടെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൽ മാർച്ചും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുടെ മൗലിക തത്വങ്ങളോട് മന്ത്രി സജി ചെറിയാന് പുച്ഛമാണെന്ന് BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പറഞ്ഞു. ഭരണഘടനാ അവഹേളനം ഹൈക്കോടതി പുനരന്വേഷണം നടത്തണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP ചെങ്ങന്നൂരിൽ മന്ത്രിയുടെ കോലം കത്തിച്ചുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ. പോലീസിനെ മാത്രമല്ല ജുഡീഷ്യറി പോലും സ്വാധീനം ചെലുത്താൻ ശ്രമിച്ചതിൻ്റെ ഫലമായാണ് അദ്ദേഹത്തെ വെറുതെ വിട്ടത് എന്നുള്ള കാര്യം ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ പോലും കോടതി വളരെ വ്യക്തമായി പറഞ്ഞു, കഴിവും നിഷ്പക്ഷതയുമുള്ള ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പിണറായി വിജയൻ്റെ പോലീസും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റും ഒരു കാരണവശാലും നിഷ്പക്ഷരല്ല. അതിലെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യമില്ലെന്ന് കേരള ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ചിലെ നല്ല ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഈ കേസ് അന്വേഷിക്കണമെന്ന് ഇന്നലത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി അനീഷ് മുളക്കുഴ, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് കലാ രമേശ്, SV പ്രസാദ്, മനു കൃഷ്ണൻ, TC സുരേന്ദ്രൻ, സിന്ധു ലക്ഷ്മി, ആതുര ഗോപൻ, PG മകേഷ്, GB കീരിക്കാട്ടിൽ, ഇന്ദുരാജൻ, സിനി ബിജു, സനൽകുമാർ PA, KK വിനോദ്, M രാജലക്ഷ്മി, KK ഗോപാലൻ, ബിജുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ തുടരന്വേഷണം വേണമെന്ന കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്നും ആർ നാസർ ചേർത്തലയിൽ പറഞ്ഞു. അതിൽ അപ്പീൽ പോകുകയെന്നുള്ളതല്ലേ. ഇപ്പം ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് വന്നത്, സിംഗിൾ ബെഞ്ചിൻ്റെയാണ് വന്നത്. അതിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകും. അപ്പീൽ പോകുന്നുണ്ട്, അപ്പീൽ കൊടുക്കുക, അപ്പീൽ കൊടുത്തിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനകത്ത് അന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്താണല്ലോ, എല്ലാവരും ചർച്ച ചെയ്താണല്ലോ. അതിനകത്ത് ഏതെങ്കിലും രൂപത്തിലേക്ക് ഉള്ള എന്തെങ്കിലും തെറ്റായ ഒരു സമീപനം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. വന്നതെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, സജിയും കൊച്ചുനാൾ ചെറുപ്പം മുതലേ സജിയുടെ ഒരു ശൈലിയുണ്ട്, ഒരു പ്രസംഗ ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതിയിലാണ് ആ സഭ പ്രസംഗിച്ചു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭരണഘടന വെല്ലുവിളിക്കാനുള്ള ഒരു ചിന്തയോടുകൂടിയോ ഒരു ആശയോടുകൂടിയോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ അത് കോടതി അവർ പരിശോധിച്ചിട്ടാണ് ഇത്. പരിശോധനയിൽ കുറവുണ്ടെന്ന് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, പരിശോധന നടത്തിക്കോട്ടെ, പരിശോധന നടത്തിക്കോട്ടെ. അത് പക്ഷേ ഈ വിധിക്ക് എതിരായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കും. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകും. സജി ചെറിയാൻ്റെ ശൈലിയുടെ ഭാഗമായി പറഞ്ഞതാണ്. ഭരണഘടനയെ അവഹേളിക്കുക എന്ന ഉദ്ദേശത്തോടെ പറഞ്ഞതല്ല. രാജിവെക്കണമെന്ന ആവശ്യം രാഷ്ട്രീയം മാത്രമാണ്. അന്വേഷണം വേണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രാജിവെക്കേണ്ട കാര്യമില്ലെന്നും ആർ നാസർ പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ പ്രകടനവും സമ്മേളനവും സംഘടിപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ സർവീസ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ചും ധർണയും നടത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ സർവീസ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട NGO യൂണിയൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജോയിന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ പ്രകടനം നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രാദേശിക സർക്കാരുകളാക്കി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് തദ്ദേശ സ്വയംഭരണ പൊതു സർവീസ് രൂപീകരിക്കുന്നത്. 5 വകുപ്പുകളെ ചേർത്ത് കേരളത്തിലെ ഏറ്റവും വലിയ വകുപ്പായി ഏകീകരിക്കുമ്പോൾ ഉയർന്നുവരുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പെൻഷൻ, ശമ്പള വിതരണം, പ്രൊവിഡന്റ് ഫണ്ട്, ഇന്റർ ട്രാൻസബിലിറ്റി, ഭൗതിക സാഹചര്യങ്ങൾ, ജോലി സ്വഭാവം,
പരിശീലനങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും വ്യത്യസ്ത ജോലി സ്വഭാവമുള്ള വിഇഒ തസ്തികയിൽ സ്പെഷ്യൽ റൂൾ പ്രകാരമുള്ള ഇൻട്രാസ്റ്റബിലിറ്റി നടപ്പിലാക്കുകയും നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന ഉത്തരവാദിത്തത്തിൽ വരുത്തേണ്ട നയപരമായ മാറ്റം, ജോലിഭാരം എന്നിവ പരിഗണിച്ച വിഇഒമാരുടെ പുതിയ ചുമതല നിർവചനവും വിഭജനവും ആവശ്യമായ ഘട്ടത്തിലാണ് പ്രകടനവും യോഗവും നടന്നത്. തുടർന്ന് നടന്ന യോഗം NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി C. സിലീഷ് ഉദ്ഘാടനം ചെയ്തു. L. മായ അധ്യക്ഷയായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. സജിത്ത്, B. സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. സീപ്ലെയിൻ പദ്ധതി കേരളത്തിൻ്റെ ടൂറിസം വികസനത്തിന് ആവശ്യമാണെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ. നാസർ. മത്സ്യമേഖലയെ സീപ്ലെയിൻ പദ്ധതി ഒരു വിധത്തിലും ബാധിക്കില്ല. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ആർ. നാസർ പറഞ്ഞു. സീപ്ലെയിൻ നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടൂറിസം നല്ല രൂപത്തിൽ പുരോഗമിക്കുന്നിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. കേരളത്തിൽ പൊതുവെ ടൂറിസം വികസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആലപ്പുഴ ജില്ലയിൽ ടൂറിസ്റ്റ് രംഗത്ത് ആണ് ഇപ്പോൾ ഒരു മുന്നേറ്റമുള്ളത്. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചാണെങ്കിൽ ഈ പരമ്പരാഗത വ്യവസായങ്ങളിലും മറ്റ് മേഖലയിലൊക്കെ ഉണ്ടായിട്ടുള്ള കുറേ തകർച്ചയുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തൊഴിൽ സാധ്യതകളും മറ്റു കാര്യങ്ങളും വലിയ രൂപത്തിൽ കുറഞ്ഞു വരുന്നതാണ്. ഇന്നിപ്പം ഏതെങ്കിലും രൂപത്തിൽ തൊഴിൽ സാധ്യതകൾ ഉയർന്നു വരുന്നത് ഈ ടൂറിസം രംഗത്താണ്. ആധുനിക കാലഘട്ടത്തിൽ ഇപ്പം എയർപോർട്ടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കായലിലൂടെ സീപ്ലെയിൻ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. ഒരുപാട് ടൂറിസ്റ്റുകളെ, വിദേശ ടൂറിസ്റ്റുകളെല്ലാം ആകർഷിക്കുന്ന രൂപത്തിലേക്കുള്ള വലിയൊരു കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ സീപ്ലെയിൻ പദ്ധതി ആവശ്യമാണ്. വിനോദസഞ്ചാര മേഖലയിൽ കേരളം കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. സീപ്ലെയിൻ പദ്ധതി അതിൻ്റെ ഭാഗമാണ്. യാതൊരു പഠനവും നടത്താതെ നടപ്പാക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് നേരത്തെ എതിർത്തത്. പദ്ധതി മൂലം മത്സ്യബന്ധന മേഖലയ്ക്ക് യാതൊരു ദോഷവും ഉണ്ടാവില്ല. എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്നും ആർ. നാസർ പറഞ്ഞു. ഒരു ധാരണയില്ല, ആരുമായിട്ട് ഒരു ചർച്ച ചെയ്തില്ല, വസ്തുതകൾ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ബോധ്യപ്പെടുത്താതെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇത് വന്നത്. അപ്പം വന്നുകൊണ്ടാണ് ഇത് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുടങ്ങാനെന്നുള്ള രൂപത്തിൽ നമ്മൾ പറഞ്ഞത്. അല്ല വേറൊന്നുമില്ല. അന്ന് നമ്മൾ അഭിപ്രായം നമുക്കത് ബോധ്യപ്പെട്ടു. ഇപ്പം അത് ബോധ്യപ്പെടാത്ത ആരെങ്കിലും അവർക്കൂടെ ബോധ്യപ്പെട്ട് കറക്റ്റ് ചെയ്യാന്നുള്ളതല്ലേ ഉള്ളൂ. കറക്റ്റ് ചെയ്ത് ഇത് വരിക. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി യാതൊരു കാരണവശാലും നമുക്ക് തടസ്സപ്പെടുത്താനും പാടില്ല. അതെല്ലാം വരണം. ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് പുരോഗമിക്കൂ. അതൊക്കെ ഇങ്ങനെ വരുന്നത്, അതൊക്കെ സ്വാഭാവികമായിട്ട് വരും. കാരണം അവർക്ക് ഈ കാര്യം പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അവരെ പഠിപ്പിച്ചാൽ മതി. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ മാറുമല്ലോ. മാറിയാലേ പറ്റുള്ളൂ. അങ്ങനെയല്ലേ അവരിപ്പം മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനം വെച്ചുകൊണ്ടാണ് അവർ അഭിപ്രായം പറയുന്നത്. അത് ശരിയല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അത് ബോധ്യപ്പെടുത്തണമല്ലോ. തീർച്ചയായിട്ടും ചർച്ച നടത്തണമല്ലോ. അതുകൊണ്ട് മറ്റേ മന്ത്രി തന്നെ പറഞ്ഞല്ലോ, ഇവരുമായിട്ടുള്ള എല്ലാ ചർച്ചയും നടത്തി അവരുടെ എല്ലാ ആശങ്കകളും തീർത്തുകൊണ്ട് മാത്രമേ ഇത് വരുള്ളൂ. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണത്തിന് സമാപനമായി. H. സലാം MLA വാരാചരണത്തിൻ്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആൻറ്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജലാശയങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച AMR സമാപനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അധികമായി ഉപയോഗിക്കുന്ന പ്രയാസങ്ങൾ, ഇവിടെ സൂചിപ്പിച്ച പോലെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശമില്ലാതെ സ്വയം ആന്റിബയോട്ടിക് ഉൾപ്പെടെ വാങ്ങി കഴിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതെല്ലാം നമ്മുടെ ഒരു സൊസൈറ്റിയിൽ എത്രമാത്രം ആരോഗ്യപരമായ പ്രയാസം സൃഷ്ടിക്കും എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നവർക്കെല്ലാം നല്ല ബോധ്യമായിരിക്കും. ഇതിന്റെ ഒരു വിവരങ്ങൾ ശരിക്കും മനസ്സിലാക്കേണ്ട ആളുകൾ, ഇത് ഉപയോഗിക്കുന്ന പബ്ലിക്കാണ്, സാധാരണ ജനങ്ങളാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഇത് വരിക എന്നുള്ളത് ഈ പറഞ്ഞ തെറ്റായ രീതിയിലൂടെ ഇത്തരം മരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്കത് പൂർണ്ണതയിൽ ഇതിന്റെ ഒരു ഗുണം ലഭ്യമാക്കാൻ വേണ്ടി പറ്റുന്നത്. പലപ്പോഴും ഒരു സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ഒരു വിവരങ്ങൾ ഇത് സമർത്ഥമായിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഒരു സൊസൈറ്റിയെ നയിക്കുന്ന സംവിധാനങ്ങളെല്ലാം വഴി നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് വ്യാപകമായി ഇത്തരം കാര്യങ്ങൾ എത്തിക്കുക എന്ന കാര്യം പ്രധാനമായി കണക്കാക്കണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ വളരെ ചുരുക്കി സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. AMR സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്നതിന് ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബ്, കൂട്ടനടത്തം, പോസ്റ്റർ പ്രകാശനം എന്നിവയും സംഘടിപ്പിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R. സന്ധ്യ അധ്യക്ഷയായി. മൈക്രോബയോളജിസ്റ്റ് ഡോക്ടർ സുമൻ, ഡെപ്യൂട്ടി DMO ഡോക്ടർ അനന്തു, RMO ഡോക്ടർ ആശ മോഹൻദാസ്, സെക്രട്ടറി T. ബാബു, നഴ്സിംഗ് സൂപ്രണ്ട് P. ബേബി, PRO ബെന്നി, JHI ITS പീറ്റർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. ARMO ഡോക്ടർ പ്രിയദർശൻ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ.
ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ചേർത്തല റൈഫിൾ ക്ലബ്ബിലായിരുന്നു ഷൂട്ടിംഗ് പരിശീലനം ഒരുക്കിയത്. ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ചേർത്തല റൈഫിൾസ് ക്ലബ്ബിലായിരുന്നു പരിശീലനം. ആലപ്പുഴ ജില്ലാ പട്ടാള ഉദ്യോഗസ്ഥർ റൈഫിൾ ക്ലബ്ബിൽ ഷൂട്ടിംഗ് പരിശീലനം നടത്തി. കേണൽ ജോയ് ജോസഫും ജില്ലാ റൈഫിൾ അസോസിയേഷൻ ലൈഫ് മെമ്പറുമായ റിട്ടയർഡ് മേജർ രഘുനാഥും ചേർന്ന ഷൂട്ടിംഗ് പരിശീലനത്തിന് നേതൃത്വം നൽകി. ആലപ്പുഴ ജില്ലാ റൈഫിൾ ക്ലബ്ബ് സെക്രട്ടറിയും സ്റ്റേറ്റ് റൈഫിൾസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ കിരൺ മാർഷൽ സ്വാഗതം ആശംസിച്ചു. DK ഹാരിഷ്, AC വിനോദ് കുമാർ, AC ശാന്തകുമാർ, P മഹാദേവൻ, അവിരാത്തരകൻ, S ജോയ്, VS കണ്ണൻ, ഡേവിസ് തയ്യിൽ എന്നിവർ സംസാരിച്ചു. 11 കേരള ബറ്റാലിയൻ NCCയുടെ ആനുവൽ ഫയറിംഗ് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ആണ് ഇന്നിവിടെ റൈഫിൾസ് അസോസിയേഷൻ ആലപ്പുഴയുടെ ഈ റേഞ്ചിൽ ഫയറിംഗ് പ്രാക്ടീസിന് വേണ്ടി ഞങ്ങൾ വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ ഈ ഇൻസാസ് ഫയറിങ് കേഡറ്റ്സിന് ഇൻസാസ് ഫയറിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നൊരു ഡെമോൺസ്ട്രേഷൻ കൂടെ കൊടുക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി സീനിയർ കേഡറ്റ്സ് ആയിട്ടുള്ള SD കേഡറ്റ്സിനെ SW കേഡറ്റ്സിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഫയറിംഗ് കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് ഞങ്ങളുടെ മെയിൻ പർപ്പസ്. ടൈം ന്യൂസ്, ചേർത്തല. മാരാർകുളം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിലെ വഴിയോര വിശ്രമ കേന്ദ്രത്തിൽ ഗ്രാമശ്രീ ഭക്ഷണശാല പ്രവർത്തനം ആരംഭിച്ചു. PP ചിത്രത്തിൽ MLA ഉദ്ഘാടനം ചെയ്തു. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. നല്ല നിലയിൽ തന്നെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കുറച്ച് പേർക്ക് ഒരു വരുമാന മാർഗവും അതോടൊപ്പം തന്നെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല ഭക്ഷണം മിതമായ നിരക്കിൽ കഴിക്കാൻ കഴിയുന്ന ഒരു സൗകര്യമാണ് നമ്മുടെ കേന്ദ്രം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സമയത്ത് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. വളരെ സന്തോഷത്തോടു കൂടി വിശ്രമത്തിനും താമസത്തിനുമുള്ള സൗകര്യത്തിനൊപ്പം വാഹന പാർക്കിങ്ങിനും സൗകര്യം ലഭിക്കുന്ന രീതിയിലാണ് ഭക്ഷണശാല തുടങ്ങിയിട്ടുള്ളത്. ഗാന്ധി സ്മാരകത്തിൻ്റെ കീഴിലുള്ള സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇതോടൊപ്പം നടക്കും. ആരോഗ്യമുള്ള ജനതയുടെ സൃഷ്ടിക്ക് ശുദ്ധവും ഗുണമേന്മയുള്ളതുമായ ഭക്ഷണം ആവശ്യമാണെന്ന് ചിത്തരഞ്ജൻ MLA പറഞ്ഞു. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർക്കായിരിക്കും പുതിയ സംരംഭം ഏറെ പ്രയോജനം ചെയ്യുക. ജൈവ കൃഷിക്കും ജൈവ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും ഗാന്ധി സ്മാരകം നൽകുന്ന പ്രോത്സാഹനം അഭിനന്ദനാർഹമാണ്. ഗ്രാമശ്രീ ഭക്ഷണശാലയിലൂടെ ആരോഗ്യദായകമായ ഭക്ഷണം ലഭിക്കുന്നത് ജനങ്ങൾക്ക് ഏറെ പ്രയോജനം ചെയ്യുമെന്നും കൂട്ടിച്ചേർത്തു. ജൈവ കർഷകരിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളായിരിക്കും ഭക്ഷണശാലയിൽ ഉപയോഗിക്കുന്നത് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തുങ്കൽ പറഞ്ഞു. ശബരിമല അയ്യപ്പന്മാർക്ക് ഇടത്താവളമായി കരുതാൻ പാകത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാസവസ്തുക്കളുടെ കലർപ്പുള്ള ഭക്ഷണം സമൂഹത്തിലുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഗ്രാമശ്രീ ഭക്ഷണശാല തുടങ്ങാൻ പ്രചോദനമായതെന്ന് ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം ജനറൽ സെക്രട്ടറി PS മനു പറഞ്ഞു. ലീഡ് ബാങ്ക് മാനേജർ M അരുൺ, പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനഭായി, ട്രഷറർ P ശശി, ജാക്സൺ ആറട്ടുകുളം, G ജയതിലകൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, കലവൂർ. 4ാം ക്ലാസ്സിലെ ആൺകുട്ടികൾ ചേർന്ന് അവതരിപ്പിച്ച തിരുവാതിര കളി വൈറലാവുന്നു. ചേർത്തല കോര്യമ്പള്ളി കരുവായി ഭാഗം LP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ 10 ആൺകുട്ടികളാണ് തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത്. കാണാം. ചേർത്തല കരുവായിൽ ഭാഗം ഗവൺമെൻറ് LP സ്കൂളിലെ ശിശുദിനാഘോഷമാണ് ശ്രദ്ധേയമായത്. 4ാം ക്ലാസ് വിദ്യാർത്ഥികളായ 10 ആൺകുട്ടികൾ അവതരിപ്പിച്ച തിരുവാതിര കളി വേറിട്ട കാഴ്ചയായി. നിരഞ്ജൻ, ദർശൻ, ബദരിനാഥ്, നിഖാൽ, ആരുഷ്, വിനായക്, കീർത്തൻ, ശബരിനാഥ്, രുദ്രനാഥ്, പൃഥ്വി എന്നിവരാണ് മലയാളി മംഗമാരുടെ വേഷത്തിൽ തിരുവാതിര ചുവട് വെച്ച് കാണികളെ വിസ്മയിപ്പിച്ചത്. കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും അടങ്ങിയ സദസ് ഹർഷാരവത്തോടെ ആസ്വദിച്ചു. 4ാം ക്ലാസ്സിലെ ആൺകുട്ടികളുടെ പക്വതയാർന്ന തിരുവാതിര നാട്ടിൽ ചർച്ചയാവുന്നു. ഡാൻസ് ടീച്ചർ പാർവതിയാണ് തിരുവാതിര പഠിപ്പിച്ചത്. എല്ലാ വർഷവും പ്രോഗ്രാം ഉണ്ടാവാറുണ്ട്. ഇത് 3ാമത്തെ വർഷമാണ്. വെറുതെ ഡാൻസ് മാത്രമല്ല, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് ഓർത്തപ്പോഴാണ് ബോയ്സിനെ ഇങ്ങനെ തിരുവാതിരയ്ക്ക് സെറ്റ് ചെയ്യാന്ന് ഓർത്തത്. അപ്പൊ അവരെല്ലാവരും ഓക്കെ ആയിരുന്നു, എന്നേക്കാൾ ആക്റ്റീവ് ആയിരുന്നു അവര്. സ്റ്റേജിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ എന്നെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ഞാൻ തന്നെ അതിശയം അവരുടെ ഡാൻസ് കണ്ടിട്ട്.
ധ്വനി 2024 എന്ന പേരിലാണ് ശിശുദിനാഘോഷം ഒരുക്കിയത്. കുട്ടികൾ തന്നെ നടത്തിയ ശിശുദിന സമ്മേളനത്തിൽ ഹരിനന്ദ് പ്രധാനമന്ത്രിയായി. സ്കൂളിലെ ശിശുദിനാഘോഷ പരിപാടികളും ആൺകുട്ടികളുടെ തിരുവാതിരയും ഏറെ ശ്രദ്ധേയമായെന്ന് പ്രഥമാധ്യാപിക KD ശൈലജ പറഞ്ഞു. 4ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിൻ്റെയും ഡാൻസ് ടീച്ചറിൻ്റെയും ആഗ്രഹപ്രകാരമാണ് ഒരു വെറൈറ്റി പ്രോഗ്രാം അവതരിപ്പിക്കണം എന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൈറലായിരിക്കുന്ന തിരുവാതിര അവതരിപ്പിച്ചത്. ഏറെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളിലെ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാം കേരളത്തിലുടനീളം എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ലാസ് ടീച്ചർ ജിഷ, മറ്റ് അധ്യാപകരായ മേരി മഗ്ദലിൻ, ചിത്ര, മേരി മാർഗരറ്റ്, ഡെയ്സി, ലിസി, നാൻസി, ജെസി, ദിവ്യ, ചിഞ്ചു, PTA പ്രസിഡന്റ് N ദീപു തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ചേർത്തല. റോട്ടറി ഇന്റർനാഷണൽ പ്രോജക്ട് കോർഡിനേറ്ററും ചേർത്തല സ്വദേശിയുമായ K ബാബുമോൻ അവാർഡിൻ്റെ നിറവിൽ. വേൾഡ് ഹെഡേക്ക് സൊസൈറ്റിയുടെ മികച്ച കമ്മ്യൂണിറ്റി സർവീസ് അവാർഡാണ് ചേർത്തല അമൃത ബിൽഡേഴ്സ് ഉടമ കൂടിയായ ബാബുമോന് ലഭിച്ചത്. ബാംഗ്ലൂരിൽ വെച്ച് നടന്ന WHS വിന്റർ സിംബോസിയത്തിൽ വേൾഡ് ഹെഡേക്ക് സൊസൈറ്റിയുടെ മികച്ച കമ്മ്യൂണിറ്റി സർവീസ് അവാർഡ് PDG K ബാബുമോന്. എണ്ണമറ്റ ജീവിതങ്ങളെ പ്രത്യാശയും രോഗശാന്തിയും നൽകി വെളിച്ചം പകരുകയും 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേത്രപരിശോധന പ്രാപ്തമാക്കുകയും 40,000 കണ്ണടകൾ വിതരണം ചെയ്യുകയും ചെയ്തു. അമൃതം പദ്ധതി കാഴ്ച സമ്മാനിക്കുക മാത്രമല്ല, സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും കരുത്തു പകരുകയും ചെയ്തു. 30 അവിസ്മരണീയമായ വിവാഹ ചടങ്ങുകളിലൂടെ ഭിന്നശേഷിക്കാരായ ദമ്പതികൾക്ക് അന്തസ്സും സന്തോഷവും കൊണ്ടുവന്ന പരിണയം പ്രൊജക്റ്റും ബാബുമോൻ നടപ്പിലാക്കി. ഭാവിയിലെ നേതാക്കളെ വളർത്തിയെടുക്കാനുള്ള പ്രതിബദ്ധത 50 വിദ്യാർത്ഥികൾക്ക് 5 വർഷത്തെ MBBS ട്യൂഷൻ ഫീസും മറ്റൊരു 50 പേർക്ക് IAS കോച്ചിങ്ങും നൽകുന്ന ബാബുമോൻ നാളേക്ക് വഴിയൊരുക്കുന്നു. കൂടാതെ 20 നിരാലംബരായ കുടുംബങ്ങൾക്ക് വീടുകൾ നൽകാനുള്ള തീരുമാനം യാഥാർത്ഥ്യമാക്കാനുള്ള ദൃഢനിശ്ചയമാണ്. ഇതിനപ്പുറം റോട്ടറി ഗവർണർ എന്ന നിലയിൽ ഡിസ്ട്രിക്ട് 3211-ൽ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റുള്ളവർക്ക് പ്രചോദനപരമായ വ്യക്തിത്വം കാഴ്ചവെക്കുന്നതിനാണ് പുരസ്കാരം ലഭിച്ചത്. നവംബർ 16-ന് ബാംഗ്ലൂരിൽ വെച്ച് നടന്ന WHS വിന്റർ സിംബോസിയത്തിൽ കർണാടക ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു, മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ ശ്രീനിവാസ മൂർത്തിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിലാണ് അവാർഡ് കരസ്ഥമാക്കിയത്. ടൈം ന്യൂസ്, ചേർത്തല. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ ചേർത്തല മേഖലാ സമ്മേളനം നവംബർ 28-ന് ചേർത്തലയിൽ നടക്കും. ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള LSWK ചേർത്തല മേഖലയുടെ സമ്മേളനം 2024 നവംബർ മാസം 28-ാം തീയതി ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് അവർകളാണ്. സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ അബ്ദുൽ റഹീം കുഴിപ്പുറം ആണ്. മുഖ്യ അതിഥി ആയിട്ട് നമ്മളുടെ ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്. ഈ പരിപാടിയിൽ സംഘടനയുടെ സംസ്ഥാന, ജില്ലാ, മേഖലാ നേതാക്കൾ പങ്കെടുക്കുന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തുന്നതോടുകൂടി ചേർത്തല മേഖലയുടെ സമ്മേളന പരിപാടികളുടെ തുടക്കം കുറിക്കുകയാണ്. 28-ാം തീയതി രാവിലെ 10-ന് പ്രതിനിധി സമ്മേളനവും തെരഞ്ഞെടുപ്പും നടക്കും. ജില്ലാ പ്രസിഡന്റ് R. ബിനു സീമാസ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷനാവും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബാബു മുഖ്യപ്രഭാഷണം നടത്തും. മേഖലാ സെക്രട്ടറി സജിമോൻ റിപ്പോർട്ടും ട്രഷറർ ശരത് മോഹൻ കണക്കും അവതരിപ്പിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് ചേർത്തല വുഡ്ലാൻഡ്സിന് മുന്നിൽ നിന്നും പ്രകടനം ആരംഭിക്കും. ടൗൺ ഹാളിൽ നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ അധ്യക്ഷനാവും. സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ റഹീം കുഴിപ്പുറം മുഖ്യപ്രഭാഷണം നടത്തും. ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്ര വർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് R. ബിനു സീമാസ് സൗണ്ട് എഞ്ചിനീയർ P. K. ബാബുവിനെ ആദരിക്കും. ജില്ലാ ട്രഷറർ P. അജി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബാബു എഞ്ചിനീയറിംഗ് പാസ്സായ വിദ്യാർത്ഥികളെയും ആദരിക്കും. ജില്ലാ നേതാക്കൾക്കും ആദരവ് ഒരുക്കിയിട്ടുണ്ട്. മറ്റ് നേതാക്കളായ മുജീബ്, S. സുമേഷ്, V. സുമേഷ്, ഷറഫ്, ED ചന്ദ്രലാൽ, PK സന്തോഷ് കുമാർ എന്നിവർ ആശംസകൾ നേരും. ജില്ലാ സെക്രട്ടറി VS ജയപ്രസാദ് സ്വാഗതവും മേഖലാ ജോയിന്റ് സെക്രട്ടറി സതീഷ് ബാബു നന്ദിയും പറയും.
മേഖലാ പ്രസിഡന്റ് പ്രസന്നകുമാർ, ട്രഷറർ ശരത് മോഹൻ, ജില്ലാ സെക്രട്ടറി VS ജയപ്രസാദ്, ആനന്ദമായൻ, ശ്രീനാഥൻ നായർ, സജിത് തിലകൻ എന്നിവരാണ് സമ്മേളന നടപടികൾ വിശദീകരിച്ചത്. ടൈം ന്യൂസ് ചേർത്തല. NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള വാഹനജാഥയ്ക്ക് കലവൂരിൽ സ്വീകരണം നൽകി. നവംബർ 27 നടക്കുന്ന പോസ്റ്റ് ഓഫീസ് ധർണയുടെ പ്രചരണാർത്ഥമാണ് വാഹനജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. NREG വർക്കേഴ്സ് യൂണിയൻ 27ാമത് നടത്തുന്ന പോസ്റ്റ് ഓഫീസ് ധർണയുടെ വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടന കർമ്മം നടന്നു. കലവൂർ ലെപ്രസി ജംഗ്ഷനിൽ നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം MH റഷീദ് ഉദ്ഘാടനം ചെയ്തു. 20 രൂപയിൽ താഴെ വരുമാനമുള്ള 67% വരുന്ന ജനങ്ങൾ ഇന്ത്യയിൽ നിവസിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ അതിദരിദ്രർ ഇന്ത്യയിൽ നിവസിക്കുമ്പോൾ ഇപ്പോഴും അതിന് മാറ്റം വന്നിട്ടില്ല. 25 കോടി ആയിട്ടുണ്ട് കേട്ടോ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇപ്പോഴും അത് തന്നെ. ആ തൊഴിലാളികൾക്ക്, ആ കുടുംബങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമായി ഒരു തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഇതുവരെ കോൺഗ്രസ് അത് സമ്മതിച്ചിട്ടില്ല. പക്ഷേ സഖാവ് യെച്ചൂരി മരിച്ചതിന് ശേഷം ആ പൊതു മിനിമം പരിപാടിയുടെ സൂത്രധാരകൻ അത് എഴുതി തയ്യാറാക്കിയത് സഖാവ് സീതാറാം യെച്ചൂരിയാണെന്ന് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമ്മതിക്കുകയുണ്ടായി. തൊഴിലുറപ്പ് മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായി റഷീദ് കുറ്റപ്പെടുത്തി. ഇടതുപക്ഷത്തിന്റെ സമ്മർദ്ദം കൊണ്ടാണ് UPA ഗവൺമെന്റ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചും ഫണ്ട് അനുവദിക്കുന്നതിൽ കുറവ് വരുത്തിയും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. മുൻകാലങ്ങളിൽ അനുവദിച്ചിരുന്ന തുകയുടെ പകുതി പോലും ഇപ്പോൾ അനുവദിക്കുന്നില്ല. തൊഴിലുറപ്പ് ആരുടെയും ഔദാര്യമല്ല. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അത് നിഷേധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ സെക്രട്ടറി PP സംഗീത അധ്യക്ഷയായി. ജാഥ ക്യാപ്റ്റൻ D ഷാജി, ജാഥ മാനേജർ മഞ്ജു രതികുമാർ, ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു, മണ്ണഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PA ജുമൈലത്ത്, ഷീല സുരേഷ്, ജെയിം തോമസ്, അംബുജാക്ഷൻ, തങ്കമണി തോമസ്, സുമ സുരേഷ്, P ചിദംബരൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ. തണ്ണീർമുക്കത്തിന്റെ വികസനത്തിനായുള്ള സമഗ്ര പദ്ധതി നടപ്പാക്കണമെന്ന ആവശ്യം. നവംബർ 29 പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ജനകീയ ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി സംഘടിപ്പിക്കുമെന്ന് ജനകീയ വികസന സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വികസന സാധ്യതകൾ ഏറെയുണ്ട്. അത് അനന്തമാണ്. അത് പരമാവധി ജനോപകാരപ്രദമായിട്ട് സമുദായ നേതാക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും കേരള സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും അറിയിക്കുക, അതിനനുസരിച്ചുള്ള ഒരു പ്രതികരണം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തണ്ണീർമുക്കം കേന്ദ്രീകരിച്ച് ടൂറിസം സർക്യൂട്ട് ഏർപ്പെടുത്തുക, മത്സ്യബന്ധനത്തിനും മത്സ്യത്തൊഴിലാളികൾക്കും ദോഷം വരാതെ വേമ്പനാട് കായൽ സീപ്ലെയിൻ നടപ്പിലാക്കുക, തണ്ണീർമുക്കം ബണ്ടിൻ്റെ മധ്യഭാഗത്തെ മൺചിറ പിക്നിക് സ്പോട്ടാക്കുക തുടങ്ങി ആവശ്യങ്ങളും ഭാരവാഹികൾ ഉന്നയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ S സുബ്രഹ്മണ്യം മൂസത്ത്, ജനറൽ കൺവീനർ CP ബോസ്ലാൽ, ഭാരവാഹികളായ ഡോക്ടർ AT ദിലീപ്, PK സുകുമാരൻ, ബേബി തോമസ് എന്നിവർ പങ്കെടുത്തു. കൂട്ടുകാർക്കൊപ്പം പുന്നപ്ര കടലിൽ കുളിക്കാനിറങ്ങിയപ്പോൾ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. അറവുകാട് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി പുന്നപ്ര സ്വദേശി മുഹമ്മദ് സൈനാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. പുന്നപ്ര നർബോണ തീരത്താണ് വെള്ളിയാഴ്ച രാവിലെ 8-ന് മൃതദേഹം കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് കൂട്ടുകാരായ 4 പേർ കുളിക്കാനിറങ്ങിയത്. ഇവർ തിരമാലയിൽ പെടുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ 3 പേരെ രക്ഷപ്പെടുത്തി. മുഹമ്മദ് ഹുസൈനെ കാണാതാകുകയായിരുന്നു. പോലീസ് മേൽനടപടികൾ സ്വീകരിച്ച ശേഷം മൃതദേഹം ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. ചരിത്രപ്രസിദ്ധമായ വൈക്കത്തഷ്ടമി ഭക്തിസാന്ദ്രം. ശനിയാഴ്ച പുലർച്ചെ 4:30 മുതൽ അഷ്ടമി ദർശനം. വെള്ളിയാഴ്ച രാത്രി മുതൽ ഭക്തജനങ്ങളുടെ നീണ്ട നിര. വൈക്കത്ത് ഭക്തജന സാഗരം. ആളില്ലാതിരുന്ന സമയത്ത് വീട് കവർച്ച. അലമാരയ്ക്ക് തീയിട്ട് 51 പവൻ അപഹരിച്ചു. മാവേലിക്കരയിലാണ് സംഭവം. അന്വേഷണം ആരംഭിച്ചു. CPM ചേർത്തല ഏരിയ സമ്മേളനത്തിന് സമാപനം. B വിനോദിനെ ഏരിയ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. 20 അംഗ ഏരിയ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. പൂച്ചാക്കലിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മന്ത്രി സജി ചെറിയാൻ രാജിവെക്കണമെന്ന ആവശ്യം. ചങ്ങന്നൂരിൽ BJP പ്രവർത്തകർ മാർച്ചും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി പന്തളം സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശം തുടരന്വേഷണം വേണമെന്ന കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. അതിൻ്റെ പേരിൽ മന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും R നാസർ.
ചേർത്തലയിൽ പട്ടാള ഉദ്യോഗസ്ഥരുടെ ഷൂട്ടിംഗ് പരിശീലനം സംഘടിപ്പിച്ചു. ചേർത്തല റൈഫിൾ ക്ലബ്ബിലായിരുന്നു പരിശീലനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.